ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ചക്ക കൊണ്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ചക്കയുടെ ഒരു ചെറിയ ഭാഗം മുറിച്ചതിന് ശേഷം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. വെള്ളമൊഴിക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ അതുപോലെ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഈ വടയും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഉരുട്ടിയെടുത്തതിന് ശേഷം പരത്തി കൊടുത്ത വട നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വട തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. ഈ ചക്ക കൊണ്ടുള്ള വട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണയൊന്നും ഇതിൽ പിടിക്കില്ല. നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത വട നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാവും. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. ചക്ക കൊണ്ടുള്ള ഈ വട നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.